ഹരേ കൃഷ്ണ. നമ്മൾ കഴിഞ്ഞ ദിവസം അയോധ്യാകാന്ഡത്തിൽ ഭരതൻ്റെ ശകാരമാണ് പറഞ്ഞു നിർത്തിയത്. അതിനുശേഷം ഭരതനും ശത്രുഘ്നനും, അതായത് രണ്ട് സഹോദരന്മാരും കൂടി ചേർന്ന് കൗസല്യയുടെ പാദങ്ങളിൽ വന്ദിച്ചു. മകനെ എന്ന് വിളിച്ചുകൊണ്ട് കൗസല്യ ഭരതനെ മടിയിലിരുത്തി. രണ്ടുപേരുടെയും ശരീരം കണ്ണുനീരിൽ നനഞ്ഞു. എന്നിട്ട് മാതാവ് പറയുകയാണ്, മകനെ, അമ്മ നേടിത്തന്ന രാജ്യം ആനന്ദത്തോടെ ഭരിക്കുക. നാളെ പട്ടാഭിഷേകം, ഇന്ന് അധിവാസം. അങ്ങനെ ഇരിക്കെയാണ് കൈകേയി വനവാസം വിധിച്ചത്. രാമൻ ആരുടെ ധനമാണ് കവർന്നത്? ആരുടെ പെണ്ണിനെയാണ് കട്ടത്? എന്തു കുറ്റത്തിനാണ് എൻ്റെ കുഞ്ഞിനെ നാട് കടത്തിയത്? എന്നെയും അതുപോലെ നാട് കടത്തുന്നതായിരിക്കും നല്ലത്. തലയിൽ ജടയും വെച്ച് രാമൻ്റെ അടുത്തേക്ക് വിട്ടേക്കുക. ദുഃഖിക്കാൻ പിറന്നവർക്ക് എന്നും ദുഃഖം തന്നെയായിരിക്കും. ഭരത, നീ അമ്മയോടൊപ്പം രാജ്യസുഖം അനുഭവിക്കുക. കൗസല്യ പറയുന്നത് കേട്ട് ഭരതന് സങ്കടമായി. ഞാൻ രാമൻ്റെ സേവകനാണ് എന്ന് അമ്മയ്ക്കറിയാമല്ലോ. എൻ്റെ ആഗ്രഹമനുസരിച്ചാണോ ജ്യേഷ്ഠൻ വനത്തിൽ പോയത്? ഞാൻ അമ്മയുടെ പാദങ്ങളെ ആശ്രയിക്കുന്നു. പ്രജകളെ ദുഃഖിപ്പിക്കുന്ന രാജാവിന് ഭരിക്കാൻ കഴിയുകയില്ല. എനിക്ക് വിധി അഘോര പാപം വിധിച്ചിരിക്കുന്നു. പ്രജയായിരുന്നു കൊണ്ട് രാജ്യദ്രോഹം ചെയ്യുന്നവൻ ആ പാപം നിമിത്തം നഗരത്തിൽ എത്തും. വിദ്യ പഠിച്ചിട്ട് ഗുരുസേവ ചെയ്യാൻ കഴിയാത്തവർ, കർമ്മമനുഷ്ഠിച്ചിട്ട് ദക്ഷിണ കൊടുക്കാത്തവർ, സ്വനന്മയ്ക്കായി അന്യനെ നിന്ദിക്കുന്നവർ, ഈ പാപമെല്ലാം ഞാൻ ചെയ്തിരിക്കുകയാണ്. നിധി കവർന്നെടുത്തവന് നരകത്തിൽ പീഡനം അനുഭവിക്കേണ്ടി വരും. രാമനെ വഞ്ചിച്ചു ഞാൻ രാജ്യമെടുത്താൽ എനിക്ക് ഇഹത്തിലും പരത്തിലും എന്ത് സ്വസ്ഥതയാണ് ഉണ്ടാകുന്നത്? ഭരതൻ ഈ വിധം പറഞ്ഞപ്പോൾ കൗസല്യ പറഞ്ഞു, മകനെ, നിന്റെ മനസ്സ് എനിക്ക് മനസ്സിലായി. രാമൻ്റെ ഹൃദയം ധർമ്മതൽപരമായിരിക്കുന്നത് പോലെ തന്നെയാണ് നിന്റെ മനസ്സും. 14 വർഷം കഴിഞ്ഞാൽ രാമൻ വരും. അതുവരെ ഞാൻ ജീവിച്ചിരിക്കുമോ എന്തോ. ശവശരീരം മുറിയിൽ കിടക്കുന്നു. ഭരത, ഒട്ടും വൈകരുത്. അച്ഛൻ്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യുക. പിതൃശോകം, ഭാതൃശോകം, അമ്മയുടെ ആയുസ് എല്ലാം ഓർത്ത് ഭരതൻ്റെ ഹൃദയം നൊന്തുകൊണ്ടേയിരുന്നു. ഞാൻ നിമിത്തം അച്ഛൻ മരിച്ചു, ജ്യേഷ്ഠൻ വനവാസിയായി. ഇതറിഞ്ഞെങ്കിൽ ഞാൻ ഈ ദേശത്തിലേക്ക് തിരികെ വരിക പോലും ഇല്ലായിരുന്നു. അപ്പോഴേക്കും വസിഷ്ഠ മഹർഷി ഭരതനെ ഉപദേശിച്ചു. ഭരതകുമാരൻ അറിവുള്ളയാളാണ്, ഞാൻ മനസ്സിലാക്കിത്തരാം. സത്യം പാലിച്ച് രാജാവ് സ്വർഗത്തിലേക്ക് തിരിച്ചുപോയി. അതിൻ്റെ പേരിൽ കരഞ്ഞാൽ പുണ്യം നശിക്കും. രാമനെപ്പോലെ ഗുണവാനായ ഒരു മകനുള്ളപ്പോൾ രാജാവ് മരിച്ചു എന്നാര് പറയും? അദ്ദേഹം മരണം കൊണ്ട് നശിക്കുകയില്ല. വസിഷ്ഠൻ ഇങ്ങനെ ഉപദേശിച്ചിട്ടും ഭരതന് ഇതിന് മറുപടി പറഞ്ഞില്ല. അച്ഛൻ മരിച്ചിട്ട് ഞാൻ എങ്ങനെ ജീവിച്ചിരിക്കും? ജ്യേഷ്ഠനെ കൂടാതെ ഞാൻ എങ്ങനെ ജീവിക്കും? എൻ്റെ ബുദ്ധി മറഞ്ഞു നിൽക്കും. ഇങ്ങനെ ഒരേ സമയത്ത് 2 ദുഃഖങ്ങൾ ഒരിടത്തും ഞാൻ കണ്ടിട്ടേയില്ല. ഇങ്ങനെ പറഞ്ഞ് ഭരതൻ വിലപിക്കുകയാണ്. വസിഷ്ഠൻ ബന്ധുക്കളോടും മിത്രങ്ങളോടുമൊത്ത് പിതാവിൻ്റെ വസതിയിലേക്ക് പോയി. ധാരാളം ജനങ്ങൾ അവിടെ ഒത്തുകൂടി. ഭരതനോടൊപ്പം ദുഃഖാർത്തരായ 700 റാണിമാരും അങ്ങോട്ടേക്ക് ചെന്നു. ഭരതൻ അപേക്ഷിച്ചു, അച്ഛാ, ഈ അവസ്ഥയിലായല്ലോ, എഴുന്നേറ്റ് ഭരതനോട് സംസാരിക്കൂ. അവിടുത്തെ കാണാൻ വേണ്ടി ഇതാ പൗരന്മാർ വന്നിരിക്കുന്നു. എഴുന്നേൽക്കൂ. അവർക്ക് ഉണർവുണ്ടാക്കുന്ന വാക്കുകൾ പറയൂ. അമ്മയുടെ തെറ്റു നിമിത്തമാണോ എന്നോട് മിണ്ടാത്തത്? ഞാൻ വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ. വസിഷ്ഠൻ ഭരതനെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ നോക്കി. കരച്ചിലെടുക്കൂ ഭരത. അച്ഛൻ്റെ അഗ്നികാര്യങ്ങളും ശ്രാദ്ധവും തർപ്പണവും നടത്തണം. രാമൻ രാജ്യത്തില്ല, കുമാരൻ വേണം എല്ലാം ചെയ്യാൻ. അകിലും ചന്ദനവും വെട്ടിവിറകും കൊണ്ടുവന്നു. നെയ്യും തേനും നിറച്ച കുടങ്ങൾ ധാരാളം കൊണ്ടുവന്നു. രത്നവും മുത്തും പവിഴവും കൊണ്ടുവന്നു. സിംഹാസനം പല്ലക്കിലെടുത്തുകൊണ്ടുവന്നു. മനോഹരമായ സുഗന്ധപുഷ്പമാല്യങ്ങൾ കൊണ്ടുവന്നു. അയോധ്യ നഗരത്തിലുള്ള സ്ത്രീ പുരുഷന്മാരൊക്കെ ഭരതൻ്റെ അടുത്തെത്തി.
രാജാവിൻ്റെ ശരീരം എണ്ണത്തോണിയിൽ കിടത്തിയിരിക്കുകയാണ്. എല്ലാവരും ചേർന്ന് അത് സരയൂ നദീതീരത്ത് കൊണ്ടുചെന്നു. കുളിച്ചു വന്നു രാജാവിൻ്റെ ശരീരവും സരയൂ നദിയിലെ ജലത്തിൽ കുളിപ്പിച്ചു. എല്ലാവർക്കും വലിയ ദുഃഖമുണ്ടായി. ആ ശരീരം വെള്ളവസ്ത്രം കൊണ്ട് മൂടി, സർവാംഗം സുഗന്ധതൈലം പൂശി, മനോഹരമായ പൂമാലകൾ കഴുത്തിൽ യഥാസ്ഥാനം ചാർത്തി, ചിതയുടെ മുകളിൽ കിടത്തി. അതിനുമേൽ അഗരു ചന്ദനവിറകുകൾ വെച്ചു. 3,00,000 പശുക്കളെ രാജാവിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. ശാസ്ത്രവിധി അനുസരിച്ച് ദാനം ചെയ്തു. നെയ്യിൽ കത്തുന്ന അഗ്നി പിതാവിന് സമർപ്പിച്ചു. സരയൂ ജലത്തിൽ തർപ്പണങ്ങൾ ചെയ്തു. തർപ്പണവും പിണ്ടവും നൽകി ഭരതൻ അച്ഛൻ്റെ ശുശ്രൂഷകൾ ചെയ്തു. എല്ലാവരും സ്വദേശങ്ങളിലേക്ക് മടങ്ങണം. പിതാവിൻ്റെ കൂടെ ഞാനും ചിതയിൽ പ്രവേശിക്കുകയാണ്. അച്ഛൻ പരലോകത്തിലേക്ക് പോയി, ജ്യേഷ്ഠൻ വനത്തിലേക്കും പോയി. ഞാൻ രാജ്യത്തിലേക്ക് വന്നിട്ട് ഇനി ഒരു പ്രയോജനവുമില്ല. ഈ വിധം പറഞ്ഞ് ഭരതൻ വീണ്ടും കരഞ്ഞുകൊണ്ടേയിരുന്നു. വസിഷ്ഠൻ ഭരതനെ ഉപദേശിച്ചു. കുമാരാ, ഇതിലൊരു യുക്തിയുമില്ല. ജനിച്ചാൽ മരണം സുനിശ്ചിതമാണ്. മരണം ഒഴിവാക്കാൻ പറ്റുകയില്ല. മരിച്ചാൽ വീണ്ടും ജന്മമുണ്ടാകും. എല്ലാവരും മരിക്കും. ആരും അമരന്മാരല്ല. കരച്ചിലടക്കി കൊട്ടാരത്തിലേക്ക് പോകൂ. അയോധ്യാനഗരി ഇപ്പോൾ ശൂന്യമായിരിക്കുന്നു. വസിഷ്ഠൻ ഭരതനെ രാജധാനിയിലേക്ക് കൊണ്ടുപോയി. ഭരതൻ കരഞ്ഞു തന്നെ രാത്രി കഴിച്ചു. സദാ വിലാപം. 13-ാം ദിവസം ശ്രാദ്ധം നൽകി. ശാസ്ത്രവിധിയനുസരിച്ച് ദാനങ്ങൾ നൽകി. ആന, കുതിര, ഗ്രാമം, ഭൂമി, വിവിധതരം വസ്ത്രങ്ങൾ, കെട്ടിടങ്ങൾ, സാളഗ്രാമങ്ങൾ തുടങ്ങി ധാരാളം ദ്രവ്യങ്ങൾ ദാനം ചെയ്തു. എത്രയെത്ര രാജാക്കന്മാരുണ്ടായിരുന്നു സൂര്യവംശത്തിലും ചന്ദ്രവംശത്തിലുമായി. അവരാരും ഭരതൻ ചെയ്തതുപോലെയൊരു ദാനം ചെയ്തിട്ടുണ്ടാവില്ല. പിതൃക്രിയകൾ സമാപിച്ചു. ദാനങ്ങൾ സമർപ്പിച്ചു. സമുദ്രം വരെ വ്യാപിച്ചു കിടക്കുന്ന രാജ്യവും അയോധ്യാനഗരവും കുമാരന് നൽകിയിട്ടാണ് പിതാവ് സ്വർഗം പൂകിയത്. അച്ഛൻ നൽകിയ രാജ്യം ഉപേക്ഷിക്കുന്നതിന് ഒരു കാരണവുമില്ല. രാജാവായി പ്രജകളെ പരിപാലിക്കുക. രാജധർമ്മം അനുഷ്ഠിക്കാൻ നീയല്ലാതെ മറ്റാരുമില്ല. നീ രാജാവാകുന്നില്ലെങ്കിൽ അച്ഛൻ്റെ രാജ്യം ശിഥിലമാകും. ഈ വിധം മുതിർന്ന ബന്ധുക്കൾ ഭരതനെ ഉപദേശിച്ചു. ഭരതൻ മറുപടി പറഞ്ഞു. ഗുരുജനങ്ങളെ, ഇനി ഇങ്ങനെ പറയരുത്. ജ്യേഷ്ഠനുള്ളപ്പോൾ അനുജന് രാജ്യാധികാരമില്ല. ഞാൻ രാജാവായി സിംഹാസനത്തിലിരുന്നാൽ അമ്മ ചെയ്ത കുറ്റങ്ങളൊക്കെ എന്നിൽ വന്നു ചേരും. രാജ്യത്തിന് യോഗ്യനായ രാജാവ് ജ്യേഷ്ഠ സഹോദരൻ ശ്രീരാമചന്ദ്രനാണ്. ശ്രീരാമനെ രാജാവായി വാഴിക്കണം. പട്ടാഭിഷേകത്തിനുള്ള ദ്രവ്യങ്ങളും കൊണ്ട് വനത്തിൽ പോയി രാമന് രാജ്യവും വെൺകൊറ്റക്കുടയും ചെങ്കോലും സമർപ്പിക്കണം. രാമനെ രാജാവായി തിരികെ കൊണ്ടുവരണം. ജ്യേഷ്ഠന് പകരം ഞാൻ വനവാസത്തിന് പോകും. രാമസന്നിധിയിലേക്ക് പോകാനായി കുന്നുകൾ നിരത്തി നിരപ്പായ വഴികൾ ഉണ്ടാക്കുക. ആനകൾക്കും കുതിരകൾക്കും സുഖമായി സഞ്ചരിക്കാൻ കഴിയണം. ഭരതന്റെ ആജ്ഞ അനുസരിച്ചിട്ടുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. എല്ലാവരും കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, കുമാരൻ്റെ കീർത്തി ലോകം മുഴുവൻ വ്യാപിക്കും. കൈകേയിയുടെ ദുഷ്കീർത്തി ഭരതൻ നിമിത്തം ഇല്ലാതായി. അമ്മയ്ക്ക് ലഭിച്ച നിന്ദനവും മകൻ ഇല്ലാതാക്കി. ഭരതൻ പറഞ്ഞു, ഇനി അത് പറയണ്ട. കുതിരകളും രഥങ്ങളും ആനകളും പുറപ്പെടട്ടെ. ജ്യേഷ്ഠനെ തിരികെ കൊണ്ടുവരാൻ ഭരതൻ ശീഘ്രഗതിയിൽ പുറപ്പെട്ടു. അങ്ങനെ ദാസന്മാരും ദാസികളുമായി സകല സ്ത്രീ പുരുഷന്മാരും അന്തപുരത്തിലുള്ളവരുമെല്ലാം ശ്രീരാമനെ തിരികെ കൊണ്ടുവരാൻ ഭരതൻ്റെ കൂടെ പുറപ്പെട്ടു. അക്കൂട്ടത്തിൽ ബാലന്മാരും വൃദ്ധന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി ജ്യേഷ്ഠ സഹോദരനായ ശ്രീരാമചന്ദ്രനെ തിരികെ കൊണ്ടുവരാൻ കാട്ടിലേക്ക് പുറപ്പെട്ടപ്പോൾ കൈകേയി പോയില്ല. മന്ധരയോടൊപ്പം വസതിയിൽ തന്നെ കഴിഞ്ഞു. അങ്ങനെ അവർ രാമനെ അന്വേഷിച്ച് കാട്ടിലേക്ക് പുറപ്പെടുകയാണ്. ഹരികൃഷ്ണ. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ഭാഗമായിട്ട് നോക്കാം. എല്ലാവർക്കും മനസ്സിലായോ? ഇഷ്ടപ്പെട്ടോ?
നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ചാനലും കൂടെ എല്ലാവരും കാണണം. അതിനകത്ത് ഏകാദശി വിഭവങ്ങളൊക്കെ ഇടുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. പലർക്കും നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. എല്ലാ ദിവസവും വീഡിയോ ഉണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ അപ്പുറത്ത് ഓൾ എന്നൊരു ബട്ടൺ ഉണ്ട്. ഈ ബെല്ലൈക്കൺ പോലെ നമുക്ക് കാണാൻ പറ്റും. അവിടെ ഓൾ എന്ന് തന്നെ നമ്മൾ പ്രസ് ചെയ്താൽ മതി, നോട്ടിഫിക്കേഷൻ വരും. ഇനി എന്തെങ്കിലും സാഹചര്യത്തിൽ വന്നില്ലെങ്കിൽ എല്ലാ ദിവസവും വീഡിയോ ഉണ്ട്. മാധവം എന്ന് അടിച്ചു കൊടുത്താലും നമ്മുടെ ചാനൽ കിട്ടും. അതിൽ കയറി നോക്കുക. അതുപോലെ കൗസ്തുഭം വെജ് ഫുഡ്സ് അതും സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും നാമം ചൊല്ലണം, പ്രാർത്ഥിക്കണം. ഹരേ കൃഷ്ണ.